ഫ്രണ്ട്സ്, പുൽക്കൂട് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? അപ്പോൾ പുൽക്കൂട് ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്കത് എവിടെ ഉണ്ടാക്കണം, വീട്ടിൽ അതിനുള്ളൊരു സ്ഥലം എവിടെ എന്നൊക്കെയാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവണമെന്നില്ല, പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക്. അപ്പോൾ ഒട്ടും നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട, വളരെ കുറഞ്ഞ സ്ഥലത്തിൽ എങ്ങനെ നമുക്ക് ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഇപ്രാവശ്യം ക്രിസ്മസിന് ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഗ്ലാസ് ബൗളിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്കൊരു ചെറിയ പുൽക്കൂട്, മനോഹരമായ പുൽക്കൂട് ഒരു ഗ്ലാസ് ബൗളിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ബൗള്. ഒരുവിധം വലുപ്പമുള്ളൊരു ബൗളാണ് കേട്ടോ. ഇതിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ കുറച്ച് മണലിട്ട് കൊടുക്കുകയാണ്. ചെറിയ നനവുള്ള മണലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും. ഡ്രൈ ആയിട്ടുള്ള മണലാണെങ്കിൽ ഇങ്ങനെ ഊർന്നു വീഴുമല്ലോ. ഇത് ചെറുതായിട്ട് നനവുള്ള മണലാണ്. അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്ലോപ്പായിട്ട് നമ്മളിതിങ്ങനെ ഷേപ്പ് ചെയ്യുവാണ്. മുൻവശം ഹൈറ്റ് കുറഞ്ഞിട്ടും ബാക്കിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് കൂടിയിട്ടും ആയിട്ടുള്ളൊരു സ്ലോപ്പായിട്ട് നമ്മളിതിങ്ങനെ ഇവിടെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണ് ഈ മണൽ. അത് കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന കുറച്ച് വൈറ്റ് സ്റ്റോൺസ്, ചെറിയ പെബിൾസ് ഇതിൻ്റെ കോർണറിലായിട്ട്, ഇതിൻ്റെ ബോർഡറിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ വൈറ്റ് സ്റ്റോൺസ്. അതങ്ങനെ ചെറുതായിട്ടൊരു ബോർഡർ കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ. ഇനി അടുത്തതായിട്ട് നമ്മൾ കുറച്ച് അങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കേട്ടോ, ശരിക്കുള്ള പുല്ലല്ല. അതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, എന്നിട്ട് ഇതുപോലെ തന്നെ വേറൊരു പീസും കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും. കണ്ടോ, അപ്പോൾ അതിങ്ങനെ പുല്ല് നിൽക്കുന്ന പോലെ, ഈ ഗ്രൗണ്ടിൽ പുല്ല് നിൽക്കുന്ന പോലെ തോന്നും. ഇനി ഇതിൻ്റെ ഈ ബാക്ക് വശത്ത്, നമ്മളുണ്ടാക്കിയ സ്ലോപ്പിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ ബ്ലാക്ക് ചെറിയ സ്റ്റോൺസ്, അതായത് മെറ്റൽ എന്ന് പറയില്ല, നമ്മൾ ചെറിയ മെറ്റൽ എന്ന് പറയില്ലോ, അത് ഇട്ട് കൊടുക്കുകയാണ്. അത് ആ ബാക്ക് വശത്ത് ഏകദേശം ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ലോപ്പിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ കുറച്ച് ഫ്ലാറ്റായിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ ആ ഏറ്റവും ബാക്കിലായിട്ട് നമ്മൾ കുറച്ച് വലിയ പെബിൾസ്, ഗ്രേ കളറ് പെബിൾസ്, പാറക്കല്ലുകൾ, ചെറിയ പാറക്കല്ലുകൾ പോലത്തെ വെച്ച് കൊടുക്കണം. അതായത് മെറ്റൽ തന്നെയാണ്. നമുക്കിപ്പോൾ ഈ ചെറിയ ബൗളിനകത്ത് വെക്കുമ്പോൾ ഒരു പാറക്കല്ലിൻ്റെ ലുക്ക് കിട്ടാൻ മാതിരി അതിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഗുഹയുടെ ഒരു ലുക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അപ്പോൾ അത് മുകളിലായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഊർന്ന് വീണ് പോവാതിരിക്കാൻ വേണ്ടി ചെറിയ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ കുറച്ച് ഹൈറ്റ് മതി. നമുക്ക് ആ ബൗളിന് എത്രത്തോളം വലുപ്പമുണ്ടോ അതനുസരിച്ച് ആനുപാതികമായിട്ട് വെച്ചാൽ മതി. ഇതുപോലെ ഇത് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കുറച്ച് ചെറിയ സ്റ്റാർസ് നമ്മൾ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ഗോൾഡൻ കളർ പേപ്പറിൽ വെട്ടിയെടുത്തിട്ട് ആ ഇത് വെച്ച് നമ്മൾ ട്രേസ് ചെയ്തിട്ട് കുറച്ചധികം ഒരു 10 സ്റ്റാർസോളം ഉണ്ടാക്കിയെടുത്താൽ മതി, വെട്ടിയിടുക. എന്നിട്ട് ഇതൊരു ഈ സ്റ്റിക്കിംഗ് പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ആ സ്റ്റിക്കർ ഊരിയിട്ട് അതങ്ങ് നമുക്ക് ഈ സ്റ്റാർ അവിടെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്ക് സൈഡിൽ ആ ഗുഹയുടെ മുകളിലായിട്ട് നമ്മൾ സ്റ്റാർസ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് എത്ര സ്റ്റാർസ് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ, അത്രയും ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റാർസ് ഏകദേശം ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇരിക്കും, കണ്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് കുറച്ച് ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ ഈ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, അതിലിങ്ങനെ ഒരു വേലി പോലെ നമ്മൾ കുത്തി കൊടുക്കുകയാണ് രണ്ട് സൈഡിലും. ഇതുപോലെ കണ്ടോ, ആ വഴിക്കൊരു മതിലോ അല്ലെങ്കിൽ വേലി പോലെ. ഇനി ആ നടന്നു പോകുന്ന വഴിയിൽ കുറച്ച് വൈറ്റ് സ്റ്റോൺസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ണീശോനെയും മാതാവിനെയും ഔസേപ്പിതാവിനെയൊക്കെ വെക്കാൻ പോവാണ്. അതിൽ ഉണ്ണീശോന് വെക്കുന്നിടത്ത് കുറച്ച് നമ്മളിങ്ങനെ ചെറിയ ഉണങ്ങിയ പുല്ല്, ഡ്രൈ ഗ്രാസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മീതെയാണ് നമ്മൾ ഉണ്ണീശോനെ വെക്കുന്നത്. കണ്ടോ, ഉണ്ണീശോനെ വെച്ചോൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറച്ചും കൂടി ആ ഒരു ഡ്രൈ ഗ്രാസിൻ്റെ കമ്പുകൾ വെച്ച് കൊടുക്കാം. ഇതാ മാതാവിനെ വെച്ചു.
വലതുവശത്തായിട്ട് ഔസേപ്പിതാവിനെയും വെച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കാലിത്തൊഴുത്തിൻ്റെ ഒരു ലുക്ക് വരുത്തണമല്ലോ. അതിന് വേണ്ടി കാലിത്തൊഴുത്തിൻ്റെ ഒരു ഫ്രെയിമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് 2 സ്റ്റിക്കുകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഈ ജോയിൻ്റ് വരണോടത്ത് നമ്മൾ വീണ്ടും ഒരു സ്റ്റിക്കും കൂടി ഒട്ടിച്ചു കൊടുക്കും. ഇതുപോലെ കണ്ടോ, ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഇതുപോലെ ആ ജോയിൻ്റ് വരണോടത്ത് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും, വിട്ടു പോകത്തില്ല. ഇനി ഇതിൻ്റെ മീതായിട്ട് വീണ്ടും കുറച്ച് ഡ്രൈ ഗ്രാസ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണങ്ങിയ പുല്ലോ കമ്പുകളോ എന്ത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഷേപ്പാക്കി എടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെയുള്ള 4 പീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. 4 പീസ്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാലിത്തൊഴുത്തിൻ്റെ ആ ഹൈറ്റും വീതിയും നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഏകദേശം വീതി എടുത്തേക്കുന്നത് ഒരു 15 സെൻറ്റിമീറ്ററും ഹൈറ്റ് എടുത്തേക്കുന്നത് ഒരു 10 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ 4 പീസുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, 2 ചെറിയ പീസുകൾ മേൽക്കൂരിയായിട്ടും 2 വലിയ പീസുകൾ 2 സൈഡിലുള്ള ഭിത്തികളുമായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ ഈ ബൗളിലേക്ക് ഈ കാലിത്തൊഴുത്തിൻ്റെ ആ ഫ്രെയിം ഇറക്കി കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു കാലിത്തൊഴുത്തിൻ്റെ ലുക്ക് കിട്ടി. ഇനി നമ്മളവിടെ കാലിത്തൊഴുത്ത് വെച്ചോടത്തൊക്കെ ചെറിയ മണ്ണ് വിസിബിളായിട്ടുള്ളിടത്തൊക്കെ വീണ്ടും കുറച്ചും കൂടി ഈ ബ്ലാക്ക് സ്റ്റോൺസ് ഇട്ട് കൊടുക്കാം, ഒരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ട്. 2 സൈഡിലും കുറച്ച് സ്റ്റോൺസൊക്കെ ഇട്ട് അവിടെ മണ്ണൊന്നും കാണാത്ത രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് ചെടിയുടെ തണ്ടുകൾ, കമ്പുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു നാച്ചുറൽ ലുക്കിന് വേണ്ടിയിട്ട്. അത് ഈ ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകാത്ത ചെടികൾ വേണേ. അത് ഉണങ്ങിയാലും അവിടെ ഇങ്ങനെ ഒരു ഡ്രൈ ഗ്രാസ് പോലെ നിൽക്കുന്ന രീതിയിലുള്ള കമ്പുകൾ. പിന്നെ അതേ നമ്മുടെ കാലിത്തൊഴുത്തിൻ്റെ ബാക്കിൽ നിന്ന് ഞാനൊരു സ്റ്റാർ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടേപ്പ് വെച്ച് ഗ്ലൂ ഗൺ വെച്ച് അവിടെ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. ഇനി നമ്മൾ ഈ ബൗളിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു അടപ്പ് വയ്ക്കുന്നുണ്ട്, ഒരു ക്യാപ്പ് പോലെ. അതിന് ഞാനിവിടെ ഒരു പഴയ പ്ലേറ്റ്, ഇവിടെ ഇരുന്ന ഒരു പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുത്തിട്ട് തെർമോക്കോൾ ബോൾസ് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ പ്ലേറ്റിൻ്റെ ഈ മുകൾ ഭാഗം നിറയെ നമ്മളിതുപോലെ തെർമോക്കോൾ ബോൾസ് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾ ഈ തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഈ ഫെവിക്കോൾ വെച്ചിട്ട് ഈ തെർമോക്കോൾ ബോൾസ് അങ്ങ് മീതെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഗ്യാപ്പ് മാക്സിമം ഇല്ലാത്ത രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പ്ലേറ്റിൽ നിറയെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഈ തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും ഈ തെർമോക്കോൾ ബോൾസ് നമ്മുടെ കൈയിൽ കൂടെ ഇങ്ങോട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് കൈ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് വേണം ഈ തെർമോക്കോൾ ബോൾസ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നിറച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിറച്ച് ഒട്ടിച്ചു തെർമോക്കോൾ ബോൾസ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു മെറി ക്രിസ്മസിൻ്റെ ഒരു ഇതും പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും ഒരു ഡ്രമ്മും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലേറ്റിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ലൈറ്റ്, അതായത് ബാറ്ററി ഓപ്പറേറ്റഡ് ലൈറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. സീരീസ് ലൈറ്റ് ഉണ്ടല്ലോ അത്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. സലോ ടേപ്പ് വെച്ചൊന്ന് ഫിക്സ് ചെയ്താൽ മതി. കണ്ടോ, അപ്പം ഇതിങ്ങനെ ചുറ്റി നമ്മൾ ഇടയ്ക്ക് സലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് പോകാം. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഇതിൻ്റെ സീലിങ്ങിൽ നിന്ന് വരണ പോലെ ഇരിക്കും. കണ്ടോ, അപ്പോൾ ഈ ബൗളിനകത്ത് ലൈറ്റിംഗ് വന്നു. അപ്പോൾ നമ്മുടെ പുൽക്കൂട് നന്നായിട്ട് എടുത്ത് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ബൗളിൻ്റെ ഉള്ളിലാവുമ്പോൾ നമുക്കത് ശരിക്കും ആ പുൽക്കൂട് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലുക്ക്, ഫൈനൽ ലുക്ക് എന്ന് പറയാം. കണ്ടോ, നല്ല മനോഹരമായിട്ട് കാലിത്തൊഴുത്തും ഉണ്ണീശോയും ഒരു കുഞ്ഞാട് നമ്മുടെ ഉണ്ണീശോനെ നോക്കിയിരിക്കുന്നതും ബാക്കിലായിട്ട് സ്റ്റാർസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അവിടെ ഒരു ചെറിയ ചെടികളും ബാക്കിലായിട്ട് ആ ഒരു ഗുഹയുടെ ലുക്കും, അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ പുൽക്കൂടിൻ്റെ വേറെ ഒരു സ്റ്റൈൽ കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തെർമോക്കോൾസിൻ്റെ പൗഡർ വിതറി കൊടുക്കാം. അപ്പോൾ നമുക്ക് മഞ്ഞ് മൂടിക്കിടക്കുന്നൊരു ഫീൽ കിട്ടും.
കണ്ടോ, ഇങ്ങനെ ഒരു ലുക്ക് വേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.